നിലമ്പൂരാണ്. ആര് ജയിക്കുമെന്നുള്ള ഇതിലാണ് ഞാൻ വന്നിരിക്കുന്നത്. പറയാൻ പറ്റുമോ? സ്വരാജ് LDF സ്ഥാനാർത്ഥി സ്വരാജ് ജയിക്കും. അൻവർ നിൽക്കുന്നുണ്ട്. അല്ല, അതെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലൊരു പ്രസക്തമായൊരു സ്ഥാനാർത്ഥിയൊന്നുമല്ല. ഇവിടെ ഇടതുപക്ഷവും അതുപോലെ തന്നെ UDF തമ്മിലുള്ള മത്സരമാണ്. അതിൽ LDF സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അതെ, ഇങ്ങനെ ജയിക്കും എന്ന് പറയാനായിട്ട് ഇതുവരെ ആദ്യമായിട്ടാണ് അൻവർ ഇവിടെ നമ്മുടെ സ്വരാജ് ഇവിടെ നിൽക്കുന്നത്. സ്വരാജ് ഇവിടെ നിൽക്കുന്നത് ആദ്യം സ്വരാജ് ഇവിടെ ജനിച്ചു വളർന്നൊരു സ്ഥാനാർത്ഥിയാണ്. മാത്രവുമല്ല ഇടതുപക്ഷത്തിൻ്റെ വളരെയേറെ സ്വാധീനമുള്ളൊരു പ്രദേശമാണ്. മാത്രവുമല്ല കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന തർക്കമില്ല. അൻവർ ഇവരൊന്നും പേടിയില്ല. അൻവർ ഒരു പ്രസക്തമായ സ്ഥാനാർത്ഥിയൊന്നുമല്ല. അൻവർ വലിയ ഓട്ടൊന്നും പിടിക്കാനും പോകുന്നില്ല. അതുപോലെ തന്നെ ആര്യാടൻ എങ്ങനെയുണ്ട്? ആര്യാടൻ ഷൗക്കത്ത് ഇവിടുത്തെ ജനങ്ങളെ ഒന്ന് തള്ളിക്കളഞ്ഞ ഒരു സ്ഥാനാർത്ഥി ആണല്ലോ. അതെ 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 സ്വരാജ് തീർച്ചയായിട്ടും ജയിക്കും. കാരണം അൻവർ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ജയിച്ചത് അൻവറിൻ്റെ ഒരു സ്വാധീനം കൊണ്ടൊന്നുമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള വ്യക്തമായ ഒരു രാഷ്ട്രീയമായ അടിത്തറയുടെയും ബഹുജനങ്ങളുടെ ഒരു പിന്തുണയുടെയും അടിസ്ഥാനത്തിലാണ് അൻവർ ജയിച്ചത്. ആ വോട്ട് ഇപ്രാവശ്യം തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സ്വരാജിന് ലഭിക്കും. സ്വരാജ്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി M സ്വരാജിന് വോട്ട് ചെയ്യണം എന്നാണ് തോന്നുന്നത്. ആരാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കും. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും മുന്നോടിയായിട്ടുള്ള ഒരു റിഹേഴ്സലാണ്. തീർച്ചയായിട്ടും LDF ഗവൺമെൻറ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ഒരു കരുത്തായി മാറും. സ്വരാജിൻ്റെ നാടായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അതോ നാട് മാത്രമല്ല, ഒരു ഇടതുപക്ഷത്തിൻ്റെ കരുത്തനായൊരു വ്യക്തിത്വമുള്ളൊരു സഖാവാണ്, നിലപാടുള്ള സഖാവാണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറ ആയിരുന്നപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കിട്ടിയില്ലെന്നുള്ളത് ആയിരിക്കാം, പക്ഷേ കരുത്തുറ്റ ഒരു പ്രവർത്തനത്തിൻ്റെ അനുഭവ സമ്പത്തിൻ്റെയൊക്കെ ഉടമയാണ്. ഇവിടെ അത്തരമുള്ള ആളുകൾ നിയമസഭയിൽ കടന്നു വരണമെന്നാണ്. അപ്പോൾ ആര്യാടൻ അതുപോലെ തന്നെ അൻവർ ഇവരെല്ലാം നിൽപ്പുണ്ട്. ആ സമയത്ത് ആയിരിക്കാം വ്യക്തിപരമായിട്ട് പക്ഷേ നിലപാടുകളാണുള്ള പ്രശ്നം. LDF എന്ന് പറയുന്ന സ്ഥാനത്തിൻ്റെ നിലപാട് കേരളത്തിലാകെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അങ്ങനെ തീർച്ചയായിട്ടും ഈ സ്ഥാനാർത്ഥി ജയിച്ചു വരും. ഇലക്ഷൻ്റെ ഒരു പൊതു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ LDFന് അനുകൂലമാണ് നാടൊട്ടാകെ ആ രീതിയിൽ. കാരണം LDF നടത്തിയ വികസന പ്രവർത്തനവും പിന്നെ സ്ഥാനാർത്ഥിയുടെ ഒരു വലിയ ഇമേജും. അതെ, ആദ്യമായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. പുള്ളിയുടെ സ്വന്തം നാടാണ്. നാട് എന്നാലും ഇവരെ എല്ലാത്തിനും ഒരു ലീഡ് ചെയ്യാൻ പറ്റിയ ഒരാളെന്നുള്ള നിലക്ക് ഒരു വലിയ അംഗീകാരം ജനങ്ങളുടെ ഇടയിലാണ്. അതിൽ കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ പോലും സംസ്ഥാന നേതാവ് വരെ അഭിനന്ദിച്ച് ഈ സ്ഥാനാർത്ഥിയെ വരെ പ്രഖ്യാപിച്ചൊരു സാഹചര്യം. അപ്പോൾ അതിൻ്റെ ഒരു നേട്ടം പൊതുവിലുണ്ടാവും. പിന്നെ LDF നടത്തിയ ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട് ഈ മണ്ഡലത്തിൽ തന്നെ നടത്തിയത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റേത് പിന്നെ അടിച്ചേൽപ്പിച്ചു വന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. വെറുതെ 6-7 മാസത്തിന് വേണ്ടി അയാൾക്കാണെങ്കിൽ ഒരു പ്രത്യേക സീറ്റും കൊടുത്തതാണായിരിക്കും. അൻവറിന് 2ലും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നാൽ വേറെ സ്ഥലത്തിരുന്ന് വാദിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ ആ മനുഷ്യൻ വീണ്ടും മത്സരിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു പരിഹാസമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അപ്പോൾ അത് ഏതായാലും LDFന് അനുകൂലമാണ് കാര്യം. ജനാധിപത്യ മുന്നണി ജയിക്കുന്നത് തന്നെയാണ്. കാരണം അത്രയ്ക്ക് നല്ല സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പുണ്ടായ സ്ഥാനാർത്ഥികളേക്ക് അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് കേരളത്തിൽ പൊതുവെ എടുത്തു നോക്കുമ്പോൾ 2 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭരണം എന്നതിന് പറഞ്ഞത് ഒരു വികസന കാഴ്ചപ്പാടോടുകൂടി ഇത്രയും മുന്നോട്ട് പോകുന്നൊരു ഭരണം ഉണ്ടായിട്ടില്ല. എത്ര സാമ്പത്തിക ഞെരുക്കമുണ്ടെങ്കിൽ തന്നെയും കേന്ദ്ര സർക്കാർ എത്ര ഞെരുക്കിയാലും ഇടതുപക്ഷ ജനാധിപത്യം ജനപക്ഷത്ത് നിന്നുകൊണ്ട് വികസനോന്മുഖമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ഈ നിലമ്പൂരിലെ ജനത ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. മറ്റുള്ള പാർട്ടികളുടെയൊക്കെ മറ്റേ നമ്മുടെ അൻവർ അവരൊക്കെ ഉണ്ടല്ലോ. ഒന്നുമല്ല, കാറ്റുപോയ ബലൂൺ പോലെയായി തീരും അൻവർ. പഴയ ഒരു ചൊല്ലില്ലേ, ബക്കറ്റിലെ വെള്ളത്തിന് ഒന്നുമില്ല, വെള്ളം കടലിൽ നിന്നാൽ മാത്രമേ ശക്തിയുള്ളൂ. അൻവർ ഒന്നുമല്ലാതെ തീരും. എന്തായാലും